പിണറായി കായലോട് 40-കാരിയായ റസീന ജീവനൊടുക്കിയ സംഭവത്തിൽ പിടിയിലായ SDPI പ്രവർത്തകരായ പ്രതികളെ അനുകൂലിച്ചും പോലീസിനെ വിമർശിച്ചും മരിച്ച യുവതിയുടെ ഉമ്മ ഫാത്തിമ രംഗത്ത് വന്നിരുന്നു. പക്ഷെ പോലീസ് തെളിവുകളിൽ ഇതിനെ അനുകൂലിക്കുന്ന ഒന്നും തന്നെ ഇല്ല. എന്നാലും ഇതെല്ലാം അന്വേഷിക്കുമെന്നാണ് അറിയുന്നത്. സംഭവത്തിൽ മമ്പറം സ്വദേശികളായ റഫ്നാസ്, മുബഷീർ, ഫൈസൽ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 17-ാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം. യുവതിയെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച 3 പേരെയും പിടികൂടുകയായിരുന്നു. പ്രതികളായ കസ്റ്റഡിയിലെടുത്തവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനു പിന്നാലെയാണ് മരണപ്പെട്ട റസീനയുടെ ഉമ്മ പോലീസ് പറയുന്ന വാദം തെറ്റാണ് എന്ന പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ 3 വർഷമായി പോലും ഇപ്പം നമ്മൾ സ്വർണ്ണമില്ല, കുറേ കുറേ കടം വന്നിട്ടുണ്ട് നമുക്ക്. ചെക്കനുമായിട്ട് കൂട്ടിയിട്ട് എൻ്റെ തിരികെ നമ്മളൊന്നും കണ്ടുകൂടാ കുറച്ച് നാളായി. ഇപ്പോൾ നമ്മളതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ ഇവനുള്ളത്. ഇവൻ അവിടെ വരുന്നുണ്ട് ഇതിലൊക്കെ. ഇപ്പം 2 ദിവസം കൊണ്ട് നമ്മൾ അറിഞ്ഞ സംഭവം. ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നിനും പോകാത്ത പിള്ളേരാ. ഇവർ കണ്ടപ്പം പിന്നെ നമ്മളെ സ്വന്തം പെങ്ങളല്ലേ ഇത്, ചേച്ചിയുടെ പിള്ളേരാണല്ലോ. സ്വന്തം പിള്ളേരായത് കാരണം ഇവർ ഒരു നാണക്കേടില് കാരണം ഇനി എന്താ ഇവിടെ കൂടെ കാണുന്നു ചേച്ചി പറയും. പിന്നെ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല, ഞമ്മക്ക് നീതി കിട്ടണം ഇതിൽ. റസീനയോടും സഹോദരന്റെ സ്ഥാനത്തു നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതാണ്. എന്റെ ഏട്ടത്തിയുടെ ഭർത്താവും മക്കളുമാണ് കാര്യങ്ങൾ ചോദിച്ചത്. മയിൽ സ്വദേശിയായ യുവാവിനെതിരെ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കുമെന്നാണ് റസീനയുടെ മാതാവിന്റെ പക്ഷം. റസീനയുടെ സ്വർണം മുഴുവൻ യുവാവ് തട്ടിയെടുത്തു. ഫോണിലൂടെയാണ് മയിൽ സ്വദേശിയെ റസീന പരിചയപ്പെടുന്നത്. ഇവനാണ് തന്റെ മകളെ കുടുക്കിയത്. ഇതെല്ലാമാണ് റസീനയുടെ ഉമ്മ പറയുന്നത്. പോലീസ് കസ്റ്റഡിയിലുള്ള SDPI പ്രവർത്തകരായ പ്രതികളെ അനുകൂലിച്ചും പോലീസിനെ വിമർശിച്ചുമാണ് ഫാത്തിമയുടെ പ്രതികരണം. അച്ചങ്കര പള്ളിക്ക് സമീപം കാറിൽ സംസാരിച്ചിരിക്കുകയായിരുന്ന റസീനയെ 3-അംഗ സംഘം വന്ന് ചോദ്യം ചെയ്യുകയും മറ്റുള്ളവരെ വിളിച്ചു വരുത്തി പരസ്യമായി അപമാനിച്ചെന്നും റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടെന്നാണ് അറിയുന്നത്. 6 മണിക്കൂറോളം ഇവരെ സദാചാര പോലീസ് ചോദ്യം ചെയ്തു എന്നാണ് പുറത്തുവരുന്ന വിവരം. തലശ്ശേരി ACPയുടെ മേൽനോട്ടത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ആൺസുഹൃത്ത് റസീനയുടെ സ്വർണവും പണവും തട്ടിയെടുത്തതായും ഇക്കാര്യം വീട്ടുകാർ അറിഞ്ഞതിലാണ് ആത്മഹത്യക്ക് കാരണമെന്നുമാണ് അറസ്റ്റിലായവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. സത്യം പുറത്തുവരട്ടെ, കുറ്റക്കാർക്ക് ശിക്ഷ ലഭിക്കട്ടെ. റസീനയുടെ പിതാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് SDPI പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് പുറത്തുവരുന്ന വിവരം. സദാചാര ഗുണ്ടായസത്തെ തുടർന്നുള്ള യുവതിയുടെ ആത്മഹത്യയിൽ പ്രതികരിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി രംഗത്തെത്തിയിരുന്നു. ഇത് താലിബാനിസമാണെന്നാണ് PK ശ്രീമതിയുടെ പ്രതികരണം. തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭീകരത എത്രത്തോളമാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇന്നലെ കായലോടുണ്ടായിട്ടുള്ളത്. ഒരു 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണവർ. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാനും പ്രതികരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ത്രീയാണ്. തൻ്റെ ഭർത്താവല്ലാത്ത ഒരാളോട് ഒരു മുസ്ലിം സ്ത്രീ സംസാരിക്കാൻ പാടില്ല എന്ന അവരുടെ ചിന്താഗതി ഒരു താലിബാനിസം. ഇത് തീവ്രവാദമല്ല, തീവ്രവാദത്തിൻ്റെയും അപ്പുറത്ത് അതിഭീകരത. ഇത്തരം ഭീകരപ്രവർത്തനവും തീവ്രവാദ വർഗീയ പ്രവർത്തനവും അവസാനിപ്പിച്ചേ പറ്റൂ. അത് കേരളത്തിൻ്റെ മണ്ണിൽ വിലപ്പോകാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ നേരിടും. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മൾ കേരളത്തിൽ ഉയർന്നു വരേണ്ടുന്നൊരു സംഭവമാണിത്. നമ്മളിപ്പോൾ പ്രാദേശികമായിട്ടുള്ള CPM പ്രവർത്തകരോടായിക്കോട്ടെ, എല്ലാ പ്രവർത്തകരോടും നമ്മളിത് ബന്ധപ്പെട്ടു. പക്ഷെ അവരൊന്നും ഇതിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാനോ തയ്യാറാവുന്നില്ല. ഈ സഹോദരിയുടെ മരണം അങ്ങേയറ്റം ദാരുണമാണ്. അരാജകത്വത്തിലേക്കും അസാൻമാർഗികതയിലേക്കും പോകുന്നതിനോടൊന്നും ആർക്കും യോജിക്കാൻ കഴിയില്ല. ഈ തീവ്രവാദികളുടെ മനസ്സിലിരിപ്പാണ് ഇപ്പോൾ ഇവിടെ പുറത്തു വന്നുള്ളത്. ഇത് മുളയിലേ നുള്ളിക്കളയണം. ഇത് അതിശക്തമായിട്ട് തന്നെ നേരിടേണ്ടതുണ്ട് നമ്മൾ.